എന്തേ പറഞ്ഞാൽ വേഗം പോകുന്നതെന്നറിയാം. ഒരു പണ്ഡിതൻ, ഒരു മഹലിന്റെ ഖത്തീബാണ്. അദ്ദേഹം ഈ പോയിന്റ് അവിടെ പോയിട്ട് പറഞ്ഞാൽ അത് എത്ര 500 അല്ലെങ്കിൽ 1000 ആൾക്കാർക്കാണ്. ഞാനതാ നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ഇത് വലിയ അറിവൊന്നും അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ വലിയ അറിവല്ലാന്ന് എനിക്കറിയാം. എല്ലാം ഗൂഗിളിൽ കിട്ടും, യൂട്യൂബിൽ കിട്ടും. നിങ്ങൾ ഇതിനായിട്ട് വിവരമുള്ളത്. എന്നാലും നിങ്ങൾ എനിക്ക് വേണ്ടി ഇതൊക്കെ ഒന്ന് പറയോ? അപ്പോൾ ആ വള്ളിയെ എനിക്ക് സ്വർഗത്ത് പോകണം, അത് ചെയ്തുതരുമോ? നിങ്ങൾ പാലക്കാടൊക്കെ ചെയ്യണം, ഒരുപാട് ചെയ്യാണ്ട്. നിങ്ങൾ മുഖേന ഒരാൾ കിട്ടുക നന്നാവണം. നിങ്ങളെ ഓർക്കണം. ഹസ്രത്ത് ഇവിടെയാണെന്ന് പറയണം നിങ്ങൾ നാട്ടുകാർ. അങ്ങനെ ജനങ്ങൾ റസൂൽ ഒന്ന് ആലോചിച്ച്, ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞ കഥകൾ ഓർക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാലിഹ് റളിയല്ലാഹു അൻഹു പോയിട്ട് ഞാൻ അത് വായിച്ചിട്ട് കരഞ്ഞു പോയില്ല, സത്യം പറയട്ടെ. അത് ഞാൻ ആ കഥ വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനെന്താ ചെയ്തത്? ആരായി പോകുന്നത്? ആര്? ലോകത്തിന്റെ നേതാവ് ഒരു പാവം കച്ചവടക്കാരനെ തേടി വീട്ടിൽ വന്നു, കാണാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് മാർക്കറ്റിലേക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു കണ്ണൊക്കെ പൊത്തിയിട്ട് ഒരു അടിമനെ ഉட்கார்ந்து അപ്പൊ ആ അടിമ സാലിഹ് റളിയല്ലാഹു പറയണേ, ഓ ഏറ്റവും വില കുറഞ്ഞ അടിമ, നോ, നീ അള്ളാന്റെ മുന്നിൽ വലിയവനാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വികാരം. അതുപോലെ ഹസ്രത്തുമാരെ നിങ്ങൾ ചെയ്യണം. ചെയ്യോ പ്ലീസ് ചെയ്യൂ. പരിവർത്തനം ഉണ്ടാക്കി, മാറ്റങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ മുഖേന ആ മഹലിൽ ഒരുപാട് ആൾക്കാർ സ്ഫുടീകരിക്കണം, മാറണം. ആ മഹലിൽ മാറണം. നമ്മൾ അധികം ആൾക്കാരും തിന്നൊരു ജമാഅത്ത് ഇമാമുന്നു, അൽഹംദുലില്ലാഹ് കുത്തുബോധി, ഇതല്ല റസൂൽ അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, നുബൂവത്തിന്റെ മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പബ്ലിക് പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നു. ക്ലിയർ ആണ്ടോ? ഞാൻ അത് പറയണ്ട, നുബൂവത്തിന്റെ ശേഷം നുബൂവത്തിന്റെ മുമ്പ്, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു.